Hey guys, welcome back to NK. ഗൈസ് അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ ഉണ്ട് ആ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസിഷൻസ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു ട്രാൻസിഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് മോഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ അതിലുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവുക. സോ ഗൈസ് അപ്പോൾ നമ്മളിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയലോഗ് പാർട്ടാണ്. സോ ആ ഒരു ഡയലോഗ് പാർട്ടിലെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. സോ അത് കിട്ടാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. അതെൻ്റെ മെയിൻ ചാനലിലാണുള്ളത്. സോ നമ്മളെന്ത് ചെയ്യുക, ഇവിടെ രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് വരും. രണ്ടാമത്തെ ക്ലിപ്പ് പറഞ്ഞാൽ ഞാൻ ഒരു 1 സെക്കൻഡ് ഈച്ചാണ് എല്ലാ ക്ലിപ്പും എടുത്തിട്ടുള്ളത്. സോ 1 സെക്കൻഡിൽ ആ ഒരു ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വരിക. നമ്മൾ താഴേക്ക് വന്ന ടൈൽസ് എഫക്റ്റ് ഉണ്ടാവും, അത് വന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. സോ അതാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഫസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. ഇവിടെ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ആഡ് ചെയ്തിട്ട് റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ഇതേപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ട്, അതായത് കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതുപോലെ തന്നെ എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സോ ഫസ്റ്റിലെ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഫസ്റ്റിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 150ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക മാഗ്നറ്റ്യൂഡ്. ദെൻ ഇതേപോലെ ഫസ്റ്റായിട്ടും സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ കോപ്പിയിൽ, അതായത് ഒരു കർവിൽ വന്ന ശേഷം തേർഡ് കർവ് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ ഇതേപോലെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ആ 3 ഡോട്ടിൽ വന്നിട്ട് ആ ഒരു കർവ് ഇതേപോലെ കോപ്പി ചെയ്തെടുക്കുക. ദെൻ നമ്മൾ രണ്ടാമത്തെ എവല്യൂഷനിലേക്ക് വരിക. ഇവിടെയും നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. ഫസ്റ്റിലും എൻഡിലും ആയിട്ട് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെയാണ്. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7.5ലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അത് വന്ന് ഇതേപോലെ എൻഡിലായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോ അത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ബാക്ക് വരിക, നമ്മൾ ഫുള്ളായി ബാക്ക് വരിക, നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക, ബ്ലറിൽ വരിക. ഇവിടെ നമ്മൾ മോഷൻ ബ്ലർ ഉണ്ടാവും, നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക, കളർ ആൻഡ് ലൈറ്റിൽ വരിക. ഇവിടെ നമുക്ക് എക്സ്പോഷർ ആൻഡ് ഗാമ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുക. 2 കീ ഫ്രെയിംസ്, ആദ്യം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ ഒന്ന് -2 സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഫസ്റ്റിലായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമതൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ -2 തന്നെയാണ്, അത് ഇതേപോലെ എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ കുറച്ച്, അതായത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 0.44ലേക്ക് ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, കുറച്ചൊരു എക്സ്പോഷർ കിട്ടുന്ന രീതിക്ക്. ദെൻ ഇതേപോലെ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു രണ്ടാമത്തേതും, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് ഒരു കർവ് കൊടുക്കണം. സോ ഈ ഒരു കർവാണ് നമ്മൾ രണ്ടാമത്തെ കർവ് കൊടുത്തിട്ട് ഇതേപോലെ ഈ ഒരു പോർഷൻ താഴേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ എഗെയിൻ ബാക്ക് വരിക. ബാക്ക് വന്നാൽ നമുക്ക് എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. ആഡ് എഫക്ട്സിൽ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, എഗെയിൻ റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ആഡ് ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ ആ ഒരു എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. എഫക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ മാഗ്നറ്റ്യൂഡ് ഉണ്ടാവും. മാഗ്നറ്റ്യൂഡ് വന്നൊരു 20ലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 20 കറക്റ്റ് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എവല്യൂഷനിലേക്ക് വരിക. എവല്യൂഷനിലേക്ക് വന്നിട്ട് നമ്മൾ 2 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെ സെറ്റ് ചെയ്യുക, അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് ഒരു 7ലേക്ക് സെറ്റ് ചെയ്യുക. സോ ഈ ഒരു രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 7 എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ എടുക്കുന്നത് ചെറിയൊരു പോർഷൻ ഓഫ് ക്ലിപ്പാണെങ്കിൽ, ചെറിയൊരു ബീറ്റിനനുസരിച്ചൊക്കെ വെക്കുമ്പോൾ ചെറിയ ക്ലിപ്പൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ കുറച്ച് വെക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1 സെക്കൻഡിൽ ക്ലിപ്പ് എടുത്തുകൊണ്ടാണ് ഒരു 7 വെക്കുന്നത്. സോ നിങ്ങൾ വളരെ ചെറിയ ക്ലിപ്പാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3, 4, 2 അങ്ങനെ കുറച്ച് കൊണ്ടുവരിക. ചെറിയൊരു ബിൽഡ്, ഒരു ഷെയ്ക്കിനാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. സോ ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. സോ ഇവിടെ കർവും കാര്യങ്ങളൊന്നും വേണ്ട. ദെൻ ഈ ഒരു എഫക്റ്റ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 3 ഡോട്ട് വന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് അടുത്തൊരു ക്ലിപ്പിലേക്ക് വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ ക്ലിപ്പിലും സെയിം എഫക്റ്റ് ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു വീഡിയോ വളരെ സിമ്പിളായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു CC ഓവർലേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടത്. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.